ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് തട്ടട സ്റ്റൈലിലൊരു മുട്ട ബജി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായി എല്ലാവർക്കും മാത്ത് മസാല ഡോഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് 1 കപ്പ് കടലമാവ് എടുക്കാം. കടലമാവ് നല്ലവണ്ണം തരിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇവ നന്നായി മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനു മുമ്പ് ഞാനിവിടെ നമ്മുടെ അസറ്റോഫിത, അതായത് നമ്മുടെ കായ്പ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. കായ്പ്പൊടി കുറച്ച് കായ്പ്പൊടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടടയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസാവാതെ ശ്രദ്ധിക്കുക. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് മുട്ട ബജി ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് വേവിച്ചെടുത്ത മുട്ട 4 കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം അതിൽ ഒത്തിരി കുരുമുളക് പൊടി വിതറിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലപോലെ ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ചൂട് ചായയുടെ കൂടെ ട്രൈ ചെയ്യാം. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.